തൃശൂർ ഇനി പുലിക്കളി ആവേശത്തിലേക്കാണ്. വൈകിട്ടോടെ 500ഓളം പുലികൾ നഗരം കീഴടക്കാനെത്തും. ഇന്ന് ഓണാഘോഷത്തിന് തൃശൂർ ജില്ലയെ സംബന്ധിച്ച് ഓണാഘോഷത്തിന് സമാപനം കുറിക്കുന്ന പുലിക്കളി വൈകിട്ട് നടക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് നമ്മുടെ പ്രതിനിധി അയ്യന്തോൾ സംഘത്തിനൊപ്പമാണ് നിലവിലുള്ളത്. സുർജിത്ത്, ഈ അയ്യന്തോൾ സംഘം ഇത്തവണ കുടയൊക്കെ ആയിട്ടാണ് വരുന്നതെന്ന് വായിച്ചിരുന്നു. അത് എന്തൊക്കെയാണ്? കൂടുതൽ പുതുമകളോടെയൊക്കെയാണോ അവരെത്തുന്നത്? എന്തായാലും അതൊരു ഒന്നൊന്നര വരവായിരിക്കും അനുജ. കാരണം അത് ഉറപ്പാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ സംഘത്തിൽ, അതായത് അയ്യന്തോൾ സംഘത്തിനെ അവരെ കാണാൻ വേണ്ടി ഇവിടേക്ക് ജനപ്രതിനിധികൾ എല്ലാവരും എത്തിയിട്ട് ഉദ്യോഗസ്ഥരും ഉണ്ട് എന്നുള്ളതാണ്. അതായത് മന്ത്രി കെ രാജൻ മുതൽ മേയർ മുതൽ MLA മുതൽ കളക്ടർ മുതൽ ഈ കമ്മീഷണർ വരെയുള്ള എല്ലാവരും ഉണ്ട്. മാത്രമല്ല ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെയുണ്ട്. കളക്ടർ അടക്കമുള്ളവരുണ്ട്. മന്ത്രി കെ രാജനുണ്ട്. എന്തായാലും വളരെ സന്തോഷകരമായ കാര്യമാണ്. വലിയ ആവേശത്തിലാണ് നമ്മൾ. വലിയ ആവേശം എന്ന് വെച്ചാൽ തടയാൻ പറ്റാത്ത വിധത്തിലുള്ള ആവേശമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറയായിരുന്നു, ഇനിയൊക്കെ പുലികളാണ്. മന്ത്രിയാണെങ്കിൽ മന്ത്രി പുലി, മേയറാണെങ്കിൽ മേയർ പുലി, കളക്ടറാണെങ്കിൽ കളക്ടർ പുലി, കമ്മീഷണറാണെങ്കിൽ കമ്മീഷണർ പുലി. ഇന്ന് പുലിയായിട്ട് ഈ തൃശ്ശൂർ നടക്കാൻ പറ്റും. കാരണം നമ്മുടെയൊക്കെ ഒരു വികാരമാണത്. പുലികളോടൊപ്പം കൂടുക എന്നുള്ള ഒരു വികാരത്തിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നൊരു സന്തോഷകരമായ കാര്യം, ഹൈടെക്കായി പുലികളൊക്കെ. ചാത്തുകുട്ടി പുലി 41 ദിവസത്തെ വ്രതമെടുത്ത് വന്നിരുന്ന പുലിക്കളിയിലേക്ക് AI വരെ പ്രവേശിച്ചിട്ടുള്ള അത്ഭുതങ്ങളെ കാണാൻ പോവാണ്. സുർജിത്ത് തൃശ്ശൂക്കാരനായതുകൊണ്ട് അറിയാം, ഈ കാണുന്നതൊന്നുമല്ല അയ്യന്തോള്, ഈ കാണുന്നതൊന്നുമല്ല പുലിക്കളി. ഇനി വരാതിരിക്കണതേ ഉള്ളൂ. അതിഗംഭീരമായിട്ടുള്ള രഹസ്യങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് അഴിഞ്ഞഴിഞ്ഞ് വരിക. അതങ്ങ് വരുമ്പോഴേക്കും ഒരു കളറാവും. ഞാൻ കളക്ടറോട് പറഞ്ഞു, പറ്റുമെങ്കിൽ അടുത്ത വർഷത്തിൽ നമുക്കൊരു കളക്ടറേറ്റ് പുലി സംഘം കൂടി, ഒരു ഔദ്യോഗിക കളക്ടറേറ്റ് പുലി സംഘം കൂടി ഇറങ്ങുന്നത് നന്നായിരിക്കും. 9 ഇപ്പോൾ വലിയ വലിയ വിധത്തിലുള്ള എല്ലാവരും പുലികളാണ്. ഇവിടെ കൊട്ടാൻ മടിയില്ല, ഇവിടെ ആടാൻ മടിയില്ല, ഇവിടെ ചുവട് വയ്ക്കാത്ത ഒരു മനുഷ്യനുണ്ടാകില്ല. അതൊരു പ്രത്യേക തരം തലാണ്. ഈ പുലിക്കൊട്ട് വേറെ എവിടെയില്ല. പാണ്ടി പഞ്ചാരി ഒക്കെ കേട്ടിട്ടുണ്ട്. പുലിക്കൊട്ട് ഇവിടെ മാത്രമുള്ള കൊട്ടാണ്. പുലിക്കൊട്ടിൽ താളം പിടിക്കാത്ത തൃശ്ശൂർക്കാരില്ല. അപ്പം അതുകൊണ്ട് ലോകത്തെ എല്ലാ മനുഷ്യരെയും ഞങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. ഇന്ന് മഴയില്ല, ഇന്ന് വെയിലില്ല, ഇതൊക്കെ നേരത്തെ ഞങ്ങൾ പ്രവചിച്ചു കഴിഞ്ഞു. എത്ര ലക്ഷം ആൾ വന്നാലും തൃശ്ശൂരിന്റെ മണ്ണിലും മനസ്സിലിടാണ്ട് ധൈര്യമായിട്ട് പോകാം. കളക്ടർക്ക് ആദ്യ അനുഭവമാണ്. എങ്ങനെയാണ് ഇത്? രണ്ടാമത്തെ പുലിക്കളിയാണ്. കഴിഞ്ഞ വർഷം അതിൽ ജോയിൻ ചെയ്ത സമയത്തായിരുന്നു ആദ്യത്തെ പുലിക്കളി ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ആ ഒരു ആവേശത്തിൽ തന്നെയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ആ ഒരു ആവേശം ചോർന്നു പോയിട്ടില്ല. എല്ലാവരുടെ കൂടെ ഒത്തിട്ട് ആ ഒരു ആഘോഷത്തിൽ നമ്മൾ ചേർന്നു. ഒരുക്കങ്ങളൊക്കെ ഉഷാറായി. ഇനി 3 മണിയാവുക വേണ്ടു. നഗരഹൃദയം പുലികളെ കൊണ്ട് നിറയും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പുലിക്കളി കുറച്ചും കൂടി എന്താ പറയുക, ഒരു നെർവസ് അനുഭവമായിരുന്നു. ആദ്യത്തെ പുലിക്കളിയായിരുന്നു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായത് കൊണ്ട് ഒരു സുരക്ഷാ ക്രമീകരണം എന്നതിനപ്പുറം ഒരു കാഴ്ചക്കാരനായിട്ട്, ഒരു കാണിയായിട്ട് ഇപ്രാവശ്യം നല്ല രീതിയിൽ ആഘോഷിക്കാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഞാൻ മേയറിലേക്ക് അവസാനമാണ് വന്നത്. മേയറാണ് ഇവിടുത്തെ ഒരു താരം. വലിയ ആവേശം നൽകുന്ന ഒരാൾ കൂടിയാണ്. എത്രമാത്രം ആവേശത്തിലാണ് കാര്യം? ഞാൻ ഇവിടുത്തെ പുലിക്കളി സംഘത്തെ കൂടുതൽ ആവേശത്തിലാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇവരുടെ പ്രവർത്തനം കാണുമ്പോൾ ഇവർക്ക് ഇനിയും സാമ്പത്തിക സഹായം കൊടുക്കാനുള്ള സോഴ്സ് എവിടെയാണ് കണ്ടെത്തണം. കാരണം ഇവർ പല സമയങ്ങളിലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, 2020 പറഞ്ഞത് ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികമാണ്. 20 ലക്ഷം 25 ലക്ഷം രൂപയൊക്കെ ഇവർക്ക് ചിലവ് വരുന്നുണ്ട്. കോർപ്പറേഷന് പറ്റാവുന്നതിൻ്റെ പരമാവധി ഹൈക്ക് ചെയ്ത് ഞാൻ കൊടുത്തു. പിന്നെ ഇപ്പോൾ അവർക്ക് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഞാൻ കണ്ടത് സ്വർണ്ണമഹൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ടൂറിസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇനി ഭയപ്പെടേണ്ടതില്ല. പഴയ കാലത്തുണ്ടായിരുന്ന 21 പുലി ഉള്ളപ്പോൾ ഞാനിവിടെയുണ്ട്. ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണല്ലോ. അപ്പോൾ 21 പുലി സംഘമുണ്ടായിരുന്ന ഒരു കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. പുതിയ തലമുറ ഇതിലേക്ക് വരണം. അങ്ങനെ ആവേശപരമാക്കണം. അതാണ് ഒരു ആർപ്പ് കൂടി കൊടുത്ത് നമുക്ക് അവസാനിപ്പിച്ചോളാം. ആർപ്പ് എന്തായാലും പുലിക്കളി ആവേശം നിലനിൽക്കുന്നു. ഇവിടെ സംഘാടകനായിട്ട് ആളുകളൊക്കെ ഉണ്ട്. അതെ, അടുത്ത സസ്പെൻസ് വരാൻ പോകുന്നുണ്ട്. അത് പഴയ കാലത്ത് പുലി എന്താണോ കളിച്ചതെന്നുള്ളത് ഈ പുതിയ കാലത്ത് ഞങ്ങൾ കാണിക്കും. കണ്ടു കാണാം നമുക്ക് കളി. ആ കാഴ്ചയിലേക്ക് പോകുന്നു. ഇനി നമുക്ക് കണ്ടു കാണാം. കളികൾ കണ്ടു കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെ കളികളാണെന്ന് നമുക്ക് കാണാം. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അനുജ, അതാണ് പുലിക്കളി ആവേശത്തിലാണ് തൃശൂർ. ഏതാണ്ട് 3 മണി കഴിയുന്നതോടെ നഗരം പുലികളെ കൊണ്ട് നിറയും. എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയാവുകയാണ്. അവസാനവട്ട ഒരുക്കത്തിലാണ് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമ്മൾ തത്സമയ വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും ഉച്ചയ്ക്ക് ശേഷം മുതൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.